ഞാൻ ആലോചിക്കുക ഇവിടെ ഇരിക്കുകയായിരുന്നു, എല്ലാം സാമ്പത്തിക വിദഗ്ധന്മാരും ഗവേഷകന്മാരുമാണ്. ആ കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഒഴിവുള്ളെന്ന് തോന്നുന്നു. ഈ പ്രധാനപ്പെട്ട ഒരു ഡയസിൽ ഞാനെങ്ങനെ അധ്യക്ഷനായി എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ ജോലി ഇല്ലല്ലോ. അധ്യക്ഷൻ എന്ന് പറയുന്നത് പേരൊക്കെ ഇവിടുന്ന് വിളിക്കും, ഞാനിവിടെ ഇരുന്നാൽ മതിയല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പുസ്തകം നമ്മുടെ നാടിന് നാളേക്കുള്ള വലിയ സമ്പത്താണ്. നമ്മളെല്ലാവരും കേരളക്കാരാ. കേരളത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. പാലാ നാരായണൻ നായർ സാർ പറഞ്ഞത് കേരളം വളരുന്നു എന്നാണ്. അത് നമ്മുടെ മനസ്സിനകത്തുണ്ട്. ആ വളർച്ച നമ്മൾ പലപ്പോഴും ഒന്ന് സങ്കല്പിച്ച് നോക്കണം. ഞാനത് സങ്കല്പിച്ച് നോക്കാറുണ്ട്. കാരണം പഴയ കാലത്ത് നമ്മൾ രാവിലത്തെ കാര്യങ്ങൾ നിർവഹിക്കുന്നത്, ഞാൻ പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായൊരു വീട്ടിൽ പോയി താമസിച്ചു. സാമാന്യം മോശമല്ലാത്ത വീടാണ്. അപ്പൊ രാവിലെ കാര്യങ്ങൾ നിർവഹിക്കണമല്ലോ. ഞാൻ അവരോട് ചോദിച്ചു, എവിടെയാ രാവിലത്തെ കാര്യങ്ങൾ? അതാ പാറപ്പുറത്ത് പോയാൽ മതി. പാറപ്പുറത്ത് ആ കാര്യങ്ങൾ നിർവഹിക്കുക. അതിന് പേരുണ്ട്, പാറക്കൊരു പേരുണ്ട്. ആ പേര് ഞാൻ പറയുന്നില്ല. ഇതായിരുന്നു നമ്മളെ പഴയ നാട്. നമ്മുടെ മനുഷ്യന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ഒരാളുടെ ആയുസ് എങ്ങനെയാ? ഇപ്പം ഞാൻ രമേശോട് പറയായിരുന്നു വയസ്സറിയിക്കില്ല എന്ന്. നമ്മൾ രണ്ടാളും പരസ്പരം പറയായിരുന്നു വയസ്സറിയിക്കില്ല എന്ന്. 60 വയസ്സിൽ മിക്കവാറും ആള് പോക്കല്ലേ. എന്തുകൊണ്ടത്? 60 വയസ്സിൽ പോവാൻ കാരണം അയാൾക്ക് നെഞ്ചുവേദന വന്നാൽ അയാളെ കൊണ്ടുപോകാൻ ഒരു സംവിധാനമില്ല. റോഡുണ്ടോ? ഇല്ല. പാലമുണ്ടോ? ഇല്ല. ആംബുലൻസ് കൊണ്ടുപോകാൻ സംവിധാനമുണ്ടോ? ഇല്ല. ആശുപത്രി കാര്യമായ ഡോക്ടർമാരുണ്ടോ? ഇല്ല. ഈ അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് കേരളം പടിപടിയായി കയറി ഇപ്പൊ നമ്മൾ ഇവിടെ എത്തി. നമ്മൾ എത്തിയ ചെറിയ കേസല്ല. അങ്ങനെ എത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചതാണ് നമ്മുടെ നാട്ടിലെ ശാസ്ത്രജ്ഞന്മാർ. അതുപോലെ ജനങ്ങള്. കേരളത്തിലെ ജനങ്ങൾക്കൊരു പ്രത്യേകത എന്താ പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കും. നമ്മള് പഴയ കാലത്ത് ഒരു 8ാം തരം വരെ പഠിച്ചു കൂട്ടർ എത്ര പേരാ? പഴയ കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസം എത്ര പേർക്കാ? അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മളെ കുട്ടികൾ പഠിച്ച് ലോകത്തിൽ എവിടെയും പോകാൻ മിടുക്കന്മാരായി മാറിയില്ലേ? ഞാൻ ഇന്നലെ ഒരു പരിപാടിക്ക് പോയപ്പം ഒരു കുഞ്ഞിന് 1 മാർക്ക് കുറവാ. 1 മാർക്ക്, ടോട്ടൽ മാർക്കിൽ 1 മാർക്ക് കുറവാ. കുട്ടി വളരെ മിടുക്കോടെ നിൽക്കുക. ആ കുട്ടി ഒരു ഭാവഭേദമില്ല. നമ്മളെ പിന്നെ പഠിക്കുന്ന കാലത്തൊക്കെ SSLCക്ക് സെക്കൻഡ് ക്ലാസ് കിട്ടിയെന്ന് പറഞ്ഞ ഒരു ഗമയാ. ജയിച്ച് എന്ന് പറഞ്ഞ ഒരു ഗമ, സെക്കൻഡ് ക്ലാസ് കിട്ടിയെന്ന് പറഞ്ഞ വലിയ ഗമ, ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ അവനെ ഓടി ചാടി നടക്കും. അത്ര വലിയൊരു രീതിയായിരുന്നു അന്ന്. ഇന്നോ നമ്മുടെ കുട്ടികളോട് ഇന്ന് നമ്മൾ ചോദിച്ചാൽ അവരെന്താ പഠിക്കുന്നുള്ള നമ്മളെ ഗവേഷണം നടത്തല വരും. അത്രത്തോളം മാറി. അപ്പൊ അങ്ങനെ മാറി വന്നൊരു നാട്ടിൽ നമ്മളിപ്പോ ജീവിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം, അത് കഴിഞ്ഞു വന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനം, പിന്നെ വന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മാറി ഗവൺമെന്റുകൾ മാറി വന്നു. പക്ഷെ ഒരു കാര്യമാണ്, കേരളത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയും വളർച്ചയ്ക്ക് വേണ്ടിയും നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ആ ഒത്തൊരുമയാണ് നമ്മളെ പ്രധാനം. ഇപ്പൊ നമ്മൾ 2 ദിവസം കൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരിക. ഫലം വരുന്നതിന് മുമ്പ് പിന്നെ ഒരുപാട് ആളുകൾ ഇപ്പം ഫലത്തെക്കുറിച്ചുള്ള തർക്കമാണ്. ആ തർക്കത്തൊന്നും ഞാനില്ല. എന്തായാലും പെട്ടിക്കകത്തുണ്ട് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ജനവിധി മാനിക്കാൻ എല്ലാവരും തയ്യാറാവണം. ജനവിധിയാണ് പ്രധാനം. ആ ജനവിധി നമ്മളെ കൂടിയുള്ള ആളെ കയ്യിലേക്ക് ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? നമ്മളെ കൂടിയുള്ള ഒരാള് ആ ജനവിധിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഭരണാധികാരി എന്നുള്ളത് നല്ല കാര്യമല്ലേ? വളരെ സന്തോഷമുള്ള കാര്യമാണ്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വേറെയാണ്, അത് മറ്റൊരു കാര്യം. അത് രാഷ്ട്രീയം പറഞ്ഞോളും. പക്ഷെ രാഷ്ട്രീയം പറയുന്നതിൽ മാന്യത വേണം. ഇന്ന് രാഷ്ട്രീയം പറയുന്നതിൽ മാന്യതയില്ല. മാന്യതയില്ലാത്ത രാഷ്ട്രീയമായി കേരളത്തിൽ രാഷ്ട്രീയ രംഗത്ത് വന്നിരിക്കുന്ന ഒരു കരിനിഴലുണ്ട്. ആ കരിനിഴൽ മാറ്റണം. ശ്രീ രമേശ് ചെന്നിത്തലയോട് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മളിപ്പം
പരിചയപ്പെട്ടിട്ട് വർഷങ്ങൾ എത്രയായെന്ന് ഇപ്പം പറയാൻ കഴിയില്ല. ചില സമയത്ത് നമ്മൾ വണ്ടിയിൽ വെച്ചാൽ കാണുക. കാരണം അത് രണ്ടാക്കും പാസ് ഉണ്ടേ. കാരണം XMP ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് പോവുകയെ. ഞാൻ പോകുന്ന സാധാരണഗതിയിൽ നേരത്തെ കമ്പി പിടിച്ച് പോകുന്ന ആളാ. ഇപ്പൊ സെക്കൻഡ് AC-യിലും ഫസ്റ്റ് AC-യിലും പോവാ. കാരണം എന്താ, നമുക്ക് പാസ് ഉണ്ട്. ചില സമയത്ത് ഭക്ഷണം അദ്ദേഹത്തിന് വകയായിരിക്കും. നമ്മൾ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ വേറെ. മനുഷ്യർ പരസ്പരം മാന്യത വേണ്ടേ? ഒരു എതിർ രാഷ്ട്രീയക്കാരനെ വേണമെങ്കിലും നമ്മൾ എപ്പോഴും മാന്യമായി സ്വീകരിക്കണ്ടേ? അതില്ല. രാഷ്ട്രീയത്തിൽ അത്രമാത്രം മോശമായിരിക്കുന്നു. നിങ്ങൾ രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന ഈ അപച്യുതി ഇവിടെ മാത്രമല്ല. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇപ്പോഴുള്ള റേറ്റ് പഴയതുപോലില്ല. റേറ്റ് കുറഞ്ഞു വരിക. കാരണം എന്താ? രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിന്റെ ലഘുവായ അർത്ഥം നമുക്കറിയാലോ. എന്താ? സമൂഹത്തിന് വേണ്ടി അർപ്പിക്കുക എന്നുള്ള ജീവിതം. ഒരു പൊതുപ്രവർത്തകൻ ജീവിതം സമൂഹത്തിന് വേണ്ടി അർപ്പിക്കപ്പെടുന്നവനാ. ഇപ്പോഴെങ്ങനെയാ? രാഷ്ട്രീയ പ്രവർത്തനം ഒരു ജോലിയാ. എന്താ ജോലി? നാളെ പ്രമോഷൻ. ഏതാ പ്രമോഷൻ? MLA പോരാ, പിന്നെ MP, പിന്നെ മന്ത്രി. എന്തൊരു ഏർപ്പാട് നമ്മുടെ നാട്ടിൽ! മുമ്പെങ്കിലും നമ്മളത് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൽ നയിച്ച കേരളത്തിലെ ശ്രീ കേളപ്പനോട് പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞു, ഒരു ഗവർണർ എവിടെ വേണോ താങ്കൾ സ്വീകരിക്കൂ. ഞാനതിനില്ല. ഞാൻ നമ്മുടെ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി പോരാടാനുള്ള പോരാട്ടത്തിന്റെ ബടൻ മാത്രമാണ്. എനിക്ക് അതൊരു ജോലിയുടെ കാര്യമല്ല. എത്ര അന്തസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തനം! ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തനം എന്താ? ഒരു പാർട്ടിയിൽ നിന്ന് പിറ്റേന്ന് മാറുന്നു വേറൊരു പാർട്ടി. എന്തൊരു മാറ്റം! താങ്കളൊക്കെ ഇപ്പൊ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ അല്ലേ നിങ്ങള്? രമേശിനെ പിന്നെ ഞാനും തമ്മിൽ പിന്നെ തർക്കമില്ലല്ലോ. എന്തൊരു മാറ്റമാ! ഇന്നൊരു പാർട്ടിയിൽ, നാളെ വേറെ പാർട്ടി. ഡൽഹിയിൽ എത്തുമ്പോഴേക്ക് ആള് മാറുക വേറൊരു പാർട്ടിയിൽ. എന്തൊരു മാറ്റം! നിങ്ങൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു കച്ചവടം മാത്രമല്ല, കാപട്യത്തിന്റെ ഭാഗമായി മാറ്റുന്ന ഒരു വിഭാഗം വന്നിരിക്കുന്നു. അതുകൊണ്ട് രമേശ്, നമ്മൾ രാഷ്ട്രീയത്തിൽ ഒരു അഴിച്ചുപണി അനിവാര്യമാണ്. നമുക്ക് രാഷ്ട്രീയം നന്മയുടെ രാഷ്ട്രീയമായിരിക്കണം, ജനസേവനത്തിന്റെ രാഷ്ട്രീയമായിരിക്കണം, കാപട്യത്തിന്റെ രാഷ്ട്രീയമാവരുത്, മാന്യതയുടെ രാഷ്ട്രീയമായിരിക്കണം. പരസ്പര ബഹുമാനം വേണം. ആ ബഹുമാനം നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ രാഷ്ട്രീയത്തിലെ പരസ്പര ബഹുമാനം ഇല്ലാതായിരിക്കുന്നു. എന്തൊക്കെ വാക്കുകൾ പറയാൻ എന്റെ മനസ്സിന്, എന്റെ നാക്കിന് അറപ്പാ വാക്കുകൾ പറയാൻ. എത്ര മോശം വാക്കാ പ്രയോഗിക്കുന്നത്! അങ്ങനെ പ്രയോഗിക്കാൻ പറ്റുമോ? ഞാൻ ഒരിക്കലും ഒരു ചർച്ചയിൽ ഒരു വാക്ക് പെശകിയതല്ല. നമ്മുടെ അസനും ഞാനുമായിട്ടുള്ളൊരു ഡിബേറ്റിൽ ഞാൻ പറയുമ്പോൾ നിന്റെ പാർട്ടി എന്ന് പറഞ്ഞു. മലബാറിൽ നീ എന്ന് പറഞ്ഞാൽ മോശമല്ല, രണ്ടു കൂട്ടരും സമപ്രായക്കാർക്ക് പറയാം. പക്ഷെ ഇവിടെ നീ എന്ന് പറഞ്ഞുകൂടാ. ഞാൻ നിന്റെ പാർട്ടി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഞാൻ പെശക പറ്റി. അത് അവസാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം, താങ്കളുടെ പാർട്ടി. അപ്പോൾ തന്നെ അസൻ ചോദിച്ചു, ഇത് നായനാർ പറയുന്ന മാതിരിയാണോ? നായനാർ ഞാനാര്? നായനാർ മഹാൻ, ഞാനൊരു പാവപ്പെട്ട ഒരു സാധാരണക്കാരൻ. ഇത് പറഞ്ഞ് നിർത്തി. അപ്പൊ അത് വന്നപ്പം അത് പ്രക്ഷേപണം ചെയ്തതിനു ശേഷം എനിക്ക് വന്ന ഫോൺ കോളിന് കണക്കില്ല. കാരണം ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടേ. ഈ പറഞ്ഞപ്പോ ഈ പോടാ പട്ടി എന്നൊക്കെ പറയുന്ന ആളുകൾ വാക്ക് പറഞ്ഞിട്ട് അവർ ധരിക്കുന്നു നമ്മളിപ്പം വലിയ രഥത്തൊക്കെ ഇരുന്നല്ല. നിങ്ങളെ പൂച്ചത്തോടെയാണ് ആളുകൾ കാണുന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ കാണുന്ന ജീർണതക്കെതിരായി ഒരു പോരാട്ടം കൂടി വേണമെന്നുള്ള മനസ്സിൽ വെക്കണം എന്നുകൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ.